പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടി ദൈവസ്ഥനിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വിവിധ സ്ഥലങ്ങളിലായിരുന്ന് ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിൽ കൂടി എൻ്റെ വന്ദനം പറയുന്നു. ഒരു പാട്ടിൻ്റെ 1-2 ലൈന് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെന്നോടൊപ്പം ചേർന്ന് സഹകരിക്കുക. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, മായ ഇമ്പം വിടുന്നേ എൻ്റെ ലോകസുഖങ്ങളെല്ലാം, നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനാ. നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിടുമേ. പ്രൈസലോ. വീണ്ടും ഒരു ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുകയാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. സങ്കീർത്തനക്കാരൻ 16-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുകയാണ്. അത് ഈ ലോകത്തിൻ്റെ ജീവിതം താൽക്കാലികമാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധികളാൽ നിറയപ്പെട്ട് കണ്ണുനീരിൻ്റെ, ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ നാളുകളാണ്. നാം ഈ ഭൂമി ജനിച്ച നാൾ തൊട്ട് ജീവിതത്തിൻ്റെ ഈ സമയം വരെയും അനേക പ്രതികൂല സാഹചര്യങ്ങളെ ഹല്ലേലൂയ താങ്കൾ തരണം ചെയ്തിട്ട് വന്നിട്ടുണ്ട്. താങ്കൾ വേദനിച്ച സന്ദർഭങ്ങളിൽ, കണ്ണുനീർ തൂക്കിയ സന്ദർഭങ്ങളിൽ, താങ്കൾ മക്കളെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച് ഒക്കെ ഭാരപ്പെട്ട സമയങ്ങളിൽ, ജീവിതത്തിലൊരാശ്വാസമില്ലാതെ കരഞ്ഞു കലങ്ങിയ സാഹചര്യങ്ങളിൽ നിങ്ങൾക്കൊരാശ്വാസമായി ദൈവം താങ്കളോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹല്ലേലൂയ താങ്കൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത് യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അവനെൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. പ്രൈസലോ. അപ്പം കർത്താവിനെ എപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ഒരിക്കലും പതറിപ്പോകേണ്ടി വരുന്നില്ല. സ്തോത്രം. ദാവീദെല്ലാം ഇപ്പോഴും യഹോവയെ തൻ്റെ മുമ്പിൽ മാത്രമല്ല തൻ്റെ അരികിൽ വെച്ചിരുന്നു എന്നുള്ളതാണ്. അതുതന്നെ ദാവീദ് പറയുന്നത് യഹോവ എൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൻ്റെ അരികിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം കർത്താവിന് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, ദാവീദ് തൻ്റെ വലത്തുഭാഗത്ത് കർത്താവിന് ഇടം കൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും അതിപ്രധാനമായ കാര്യം, ഈ ഭൂമി നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യേകമായൊരിടം വെച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പം ദാവീദ് എപ്പോഴും തൻ്റെ ജീവിതത്തിൽ യഹോവയ്ക്കൊരിടം വെച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട സ്ഥലമായി ദാവീദ് പറയുക. ദാവീദെ തകർക്കുവാൻ വേണ്ടി സിംഹം വന്നപ്പോഴും, ശൗൽ തൻ്റെ പരിവാരങ്ങളോടും സൈന്യങ്ങളോടും കൂടെ വന്നപ്പോഴുമൊക്കെ എത്രയോ രാജാക്കന്മാർ, എത്രയോ ജാതികൾ ദാവീദിനെതിരെ യുദ്ധത്തിന് വന്നപ്പോഴും, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായ അബ്സലോം തനിക്കെതിരെ എതിർത്ത് നിന്നപ്പോഴും അവിടെയെല്ലാം ദാവീദ് തകർന്നു പോകാഞ്ഞതിൻ്റെ കാരണം യഹോവയെ തൻ്റെ വലത്ത് ഭാഗത്ത് വെച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ കരഞ്ഞു കലങ്ങിയ മനസ്സുമായി, കണ്ണുനീരുമായി, ജീവിതം തകർന്ന്
മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. മതി, ഇനി മരിച്ചാൽ മതി, ജീവിതം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണ്. അതിന് ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ഇല്ല, നിൻ്റെ തകർച്ചയെ മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇന്നലകളിൽ നീ കരഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും കർത്താവ് മറുപടി നൽകാൻ പോവുകയാണ്. ദാവീദ് കർത്താവിൽ ആശ്രയിച്ചതുപോലെ, ഹല്ലേലൂയ, നീ കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതം ഏറ്റവും സന്തോഷമായി മാറും. അതുകൊണ്ടാണ് ദാവീദ് വീണ്ടും പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ യഹോവയെ നോക്കി നിൻ്റെ ജീവിതയാത്ര തുടരുകയാണെങ്കിൽ ഒരു കാലത്തും നീ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. നിനക്കെതിരെ ഒരുപാട് ശത്രു സൈന്യങ്ങൾ എഴുന്നേറ്റേക്കാം. അതിൻ്റെ നടുവിൽ നീ പതറിപ്പോകാതെ നിൽക്കണമെങ്കിൽ കർത്താവിനെ നിൻ്റെ വലത്ത് ഭാഗത്ത് തന്നെ വെക്കണം. ഹല്ലേലൂയ. ആമേൻ. പലരുടെയും ജീവിതം തകരുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. പലർക്കും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും രോഗങ്ങളും കടങ്ങളും ബാധ്യതകളും ഒക്കെ വരുമ്പോഴാണ്, ഹല്ലേലൂയ, പലരും യേശുവിനെ അന്വേഷിക്കുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നാം യേശുവിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും യേശുവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ കടൽക്കരയിലൂടെ നടന്ന് ഈ തിരുവചനം പ്രസംഗിക്കുമ്പോൾ തിരമാലകൾ തള്ളിക്കയറി വന്ന് എൻ്റെ ജീവിതത്തെ തകർത്ത് കളയോ എന്നുള്ള ആ ചിന്തയും ഭാരവും ഒന്നും എൻ്റെ ഉള്ളിലില്ല. കാരണം കടലാണ്. ഏത് സമയത്തും കടൽ ശോഭിക്കാം, ഏത് സമയത്തും നമ്മുടെ ജീവൻ അപഹരിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഭയമില്ലാതെ ഞാൻ ഈ കടൽക്കരയിലൂടെ നടക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ വചനം വിളിച്ചു പറയുന്നത്, ഈ കടലിലെ വെള്ളത്തിൽ തിരമാലകൾക്ക് കരയിലേക്ക് കടന്നുകൂടാതെ വണ്ണം മണൽ കൊണ്ട് അതിലിട്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ ദാവീദ് തൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയതുപോലെ, തൻ്റെ വലത്തുഭാഗത്ത് ദാവീദ് യഹോവയായ ദൈവത്തിന് ഇടം കൊടുത്തതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ കർത്താവിന് എൻ്റെ വലത്തുഭാഗത്തൊരു പ്രധാന സ്ഥാനം, ഒന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനം യേശുവിന് വേണ്ടി കൊടുത്തതുകൊണ്ട് ഈ കടലിൻ്റെ ഈ കരയിലൂടെ വചനം വിളിച്ചു പറയുമ്പോഴും ഞാൻ ഭയപ്പെടാതെ നടക്കുന്നത് കർത്താവിനോട് കൂടെയുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്കും പറയാൻ കഴിയും, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ മുമ്പിൽ ആരെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? നിങ്ങളെ ആരാണ് നടത്തുന്നത്? നിങ്ങൾ ആരുടെ ആലോചനയാണ് കേൾക്കുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, നീ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നെങ്കിൽ നിന്നെ അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മാതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, യുവതി യുവാവേ, നിൻ്റെ ഭാരങ്ങളെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതെല്ലാം പ്രതിസന്ധികളാണോ ഹല്ലേലൂയ നിങ്ങൾ നേരിടുന്നത്, അതിന് നടുവിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ എന്നോടൊപ്പം നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. പ്രൈസറോ, വിശ്വസിക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ താവേ, കരഞ്ഞു കലങ്ങി കണ്ണുമായി ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് ഈ ഭൂമിയിലെ ജീവിതം ആമേന് ശേഷം ഞങ്ങൾക്ക് നിത്യമായൊരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് കർത്താവെ ജനം എത്തിച്ചേരുവാൻ പ്രത്യാശയോടെ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് യേശുവിന് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് കൊടുക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.